നമസ്കാരം ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. ഒരുപാട് സ്നേഹത്തോടെ കാര്യക്കാര് അവരാണല്ലോ നമ്മുടെ മെയിൻ ആൾക്കാരെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ഷാജോൻ ചേട്ടാ ആൻഡ് പ്രചോദ് ചേട്ടാ. ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ സ്കിറ്റൊക്കെ കാണാനും ആസ്വദിക്കാനും ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനുമായിട്ട് കോഴിക്കോട് രാമനാട്ടുകരയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. രാമനാട്ടുകരയിലെ പാലമരച്ചോട്ടിലെ വയോജന കൂട്ടായ്മയിലെ അംഗങ്ങളും കുടുംബാംഗങ്ങളും. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ നല്ല കഴിഞ്ഞ ആദ്യത്തെ സ്കിറ്റ് വിളിക്കേ. നല്ല ടീമാട്ടോ. മനോജ് ചേട്ടനുണ്ട്, കൊച്ചുപ്രതിവേട്ടനുണ്ട്, സെൽവരാജ്. ഐറ്റം വേറെ. ഒരു കപ്പയും ചക്കയും മാങ്ങകളും കൂടി അതിനടുത്തേക്ക് വെക്കി. നമ്മളെന്നെ അന്തിച്ചന്തയില് ചെറുകിട വ്യാപാരത്തിന് വന്നിരുന്നാണ് ഇവിടെ. ഞാൻ അതിനൊന്നും വന്നല്ല. പെട്ടെന്ന് നമുക്ക് മുങ്ങാം. എന്നാന്നോ, എനിക്ക് മുന്നേനെ വെളുത്ത് ഇഷ്ടാ. എന്നതാ മുന്നേടെ ചെരുപ്പ് ഇഷ്ടമാന്ന് പറഞ്ഞേ. ചെരുപ്പല്ലെന്ന്, എനിക്ക് മുന്നാനെ പരുത്ത് ഇഷ്ടാ. അതെങ്ങനെ ഒളിഞ്ഞു നോക്കിയില്ലേ? എപ്പോ ഞാൻ കണ്ടായിരുന്നു. അതെങ്ങനെ കണ്ടു? എങ്ങനെ കണ്ടെന്നാ, പിന്നെ ഞാൻ 5 സ്റ്റാർ ഹോട്ടലിന്റെ അകത്തല്ലേ വരുന്ന തുണി മാറുന്നത്. 2 കീറച്ചാക്കം മറിച്ച് വെച്ച് തുണി മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒളിച്ചു നോക്കൂലേ? ഞാൻ നിന്നെ ഒളിഞ്ഞു നോക്കിയൊന്നുമല്ല. എന്റെ ഒരു സാധനം അവിടെ കുഴിച്ചിട്ടുണ്ടായിരുന്നു, അത് എടുക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. അത് ഇപ്പൊ തന്നെ കുഴിച്ചിട്ടുള്ള മാന്തി പറിച്ചെടുക്കണ്ട. അത് അവിടെ കിടന്ന് മൂത്ത് വലുതാവട്ടെ, എന്നിട്ട് നമുക്ക് പറച്ച് കിഴങ്ങ് പുഴുങ്ങി തിന്നാം. അങ്ങനെ പുഴുങ്ങി തരുന്ന കിഴങ്ങൊന്നും അവിടെ നട്ടത്. പിന്നെ വേറെ സാധനം ഇങ്ങനെ വെച്ചിരുന്നൊരു സാധനം എങ്ങനെ പറ്റുന്നത് അങ്ങനെ കീച്ചിക്കൊണ്ടിരിക്കണ്ട. വാപ്പച്ചി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നമാവും. അയ്യോ ദേ വാപ്പച്ചി, അയ്യോ വാപ്പച്ചി. ആരാ നീയാ? അത് കർഷകന്റെ ശത്രുവല്ലേ? അത് മുഞ്ഞ. ആരല്ലേ ഇത്? ഇത് മുന്ന. പാപ്പച്ചിക്ക് സന്തോഷം വരുന്ന ഒരു കാര്യം പറയട്ടെ. ഈ നിൽക്കുന്ന മുന്നേ ഉണ്ടല്ലോ, ഞാനവിടെ തുണി മാറിയപ്പോ വന്നോളിഞ്ഞു നോക്കി. ഇല്ല, സന്തോഷം വരുന്ന കാര്യം തന്നെ പറഞ്ഞത്. DJ പാർട്ടി നടത്താത്ത പാട്ട്. നീ എന്തിനിവിടെ വന്നു? എന്തിനിവിടെ വന്നു? ലൈലേ കാണാൻ വന്നതാണോ? ഞാൻ ലൈലേ കാണാൻ വന്നല്ല. പിന്നെ നീ എന്തിനാണ് ഇവിടെ വന്നത്? ഞാൻ ഇവിടെ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. എന്താ സാധനം എടുത്തിട്ട്? ഒരു സാധനം കുഴിച്ചിട്ടുണ്ട്. അത് എടുത്തിട്ടാണെങ്കിൽ ഇപ്പൊ വന്ന രാത്രി വന്നു നമുക്ക് ഒരുമിച്ചിരുന്ന് എടുത്ത് കഴിച്ചുകൂടായിരുന്നു. പാറ്റാറല്ല കുഴിച്ചിട്ട്. ഞാൻ വേറെ ഒരു സാധനം. എന്താ സാധനം? പിന്നെ പറയാം. പാപ്പച്ചി, ഈ നിൽക്കുന്ന മുന്നേനെ എനിക്ക് കെട്ടിച്ചു തരണം. മുന്നേനെ കെട്ടിച്ചു തരണം? ഒരിക്കലും നടക്കുന്നു. ഭയങ്കര ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഇഷ്ടം. കെട്ടിച്ചു തരത്തില്ല. രണ്ട് വഴിക്ക് പൊക്കോളണം. അങ്ങോട്ട് പോകണ്ട, അവിടെ സിംഹമുണ്ട്. അങ്ങോട്ട് പോകണ്ട, അവിടെ കടുവയുണ്ടോ. അന്നെ കണ്ട കാട്ടി കിടക്കുന്ന പുല്ലിനെയൊക്കെ കൊണ്ടുവന്ന് കൂട്ടിൽ കയറ്റി വെച്ചേക്ക. എന്നിട്ട് ഞങ്ങൾക്ക് തന്നത് ചപ്പാത്തി, അവർക്ക് കൊടുക്കണത് ഇറച്ചിയും. എനിക്കാണെങ്കിൽ കൊതിയായിട്ടും എന്റെ പൊന്നു പാപ്പച്ചി, ഞാൻ ഇവിടെ നോക്കാനും കെട്ടാനൊന്നും വന്നൊന്നുമല്ല. അല്ല, എന്റെ ഒരു സംഭവം ഇവിടെ കിടപ്പുണ്ട്, അത് എടുത്തു പോകാൻ വേണ്ടി വന്നതാ ഞാൻ. മുന്ന, നിനക്കറിയില്ല, അതായത് ഈ സർക്കസിനൊരു പ്രശ്നമാണ്. ഈ സർക്കസിൽ നിന്ന് ഏതെങ്കിലും പെണ്ണിനെ പുറത്തു നിൽക്കുന്ന ഒരുത്തൻ നോക്കിക്കഴിഞ്ഞാല് പിന്നെ അവനെ പുറം ലോകം കാണില്ല. അതെങ്ങനെ തർപ്പിച്ച് പറയുന്നേ? അങ്ങനല്ലേ ഞാൻ ഇവിടെ വന്ന 25 കൊല്ലം ഒരു പുലിനക എടുക്കാൻ വന്നേണ്. അതാ ഈ ലൈല മുന്ന കേക്കട, ഈ ലൈലയുടെ അമ്മയില്ലേ പന്ന, അവള് മഹാപന്നയാണ്. ഇടത്തില്ല. പിന്നെ അങ്ങനെ ഉണ്ട് കേട്ടാ. അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം കേട്ടോ. ചാക്കോച്ചി ബാബജി, എന്റെ ഒരു സാധനം. എന്റെ സാധനം കിടക്കുന്നതിന്റെ കണ്ടിന്യൂ. എന്റെ സാധനം ഇവിടെ കിടക്കുന്നു. എന്ത് സാധനം കിടക്കുന്ന പറഞ്ഞ? ഈ സർക്കസ് കൂടാരത്തിനകത്തെ എന്റെ പൊക്കിൾ കുടിച്ചിട്ടുണ്ട്. നിന്റെ പൊക്കിൾ ഇവിടെ ഒന്നും കുടിച്ചിട്ടില്ല. നിന്റെ വീട്ടിൽ മുറ്റത്ത് പോയി നോക്കണേ. അവിടെ എവിടെയെങ്കിലും ആ കല്ലിന്റെ അടിയിൽ അതാണ് സാധാരണ വരാറുള്ളത്. ഇവിടെ ഒന്നും ഇല്ല അതൊന്നും. അതല്ലെന്ന്. പിന്നെ ഇങ്ങനെ വട്ടത്തിരിക്കുന്നത് ചുരുണ്ടി മുറുക്കല്ല. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമൊന്നും തോന്നല്ലേ? ഇല്ല. ഈ ചുരിദാർ എവിടെ നിന്ന് വാങ്ങിച്ചാ?
ചുരിദാർ ആ ഈ ചുരിദാർ എവിടെ വെച്ചാ മുന്നേ എന്താ ഈ സംസാരിച്ചു? എന്റെ മോളെ ഒളിഞ്ഞു നോക്കി ഇവിടെ വന്നെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിച്ചു. എന്നിട്ട് എന്താ കാണിച്ചാ നിന്നെക്കാട്ടി എത്ര മൂത്ത ഞാനാ? എന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചത് ഈ ചുരിദാർ എവിടെന്നാ മേടിച്ചതല്ല? അറിയാ ചോദിച്ചു. നിനക്ക് എത്ര വിവരമുണ്ട്? കൊല്ലം പർത്താസ് അവിടെ കൂട്ടിയിട്ടുണ്ട്. ഭാര്യ ഇഷ്ടം പോലെ ഓഫർ ഇട്ടിട്ടുണ്ട്. എടുത്തോ. ചെല്ലാ. പിന്നെ ജനന്റെ കട്ടൻ ഇടാനാണ് ഇത്ര സാധനം. പിന്നെ വേറെ കാര്യം ചെയ്തു ബാബച്ചി, നിങ്ങളുടെ സർക്കസിനകത്തെ ഈ പെണ്ണുങ്ങൾ എന്താ ഒറ്റ വീലല്ല ഇങ്ങനെ ചവിട്ടി ചവിട്ടി പോകുന്നത്? മുന്നേ നിനക്ക് ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ അതിൽ 2 വീലില്ലേ? അത് വെച്ച് നീ ചവിട്ടുന്നില്ലേ? പിന്നെന്തിനാ നീ ഇവിടെ സർക്കസിലെ പെണ്ണുങ്ങൾ സൈക്കിൾ ചവിട്ടുന്ന? അത് എന്തിനാ ഒറ്റ വീലിൽ ചവിട്ടണമെന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അറിയാൻ പറ്റും. അല്ല, അതുണ്ടല്ലോ നിനക്ക്. പിന്നെ എന്തിനാ ചവിട്ടുന്ന? അങ്ങനെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? അതിന്റെ ആവശ്യമില്ല. അത് പോട്ടെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് മുന്നേക്ക് എന്താ പറയാനെന്ന് പറഞ്ഞാലേ ബാബച്ചി ഈ സർക്കസിനകത്ത് എന്തോ ചെയ്യുന്നത്? സർക്കസിനകത്ത് ഞാൻ ഈ പുലിയെ ട്രെയിൻ ചെയ്യിക്കും, സിംഹത്തിനെ ട്രെയിൻ ചെയ്യിക്കും. അങ്ങനെ പല കാര്യങ്ങളാണ് ഞാൻ ചെയ്തോണ്ടിരുന്നത്. പിന്നെ ഇപ്പൊ ഞാൻ എന്റെ വൈഫിനെ ട്രെയിൻ ചെയ്തോണ്ടിരിക്കുന്നു. അവളെ പറഞ്ഞാ കേൾക്കൂല, അതാ കുഴപ്പം. അങ്ങനെ ബാബച്ചി എന്റെ സാധനം തരാൻ എനിക്ക് അങ്ങ് പോകാറുണ്ട്. ബീഗിൽ കൊണ്ട് വരാന്ന് പറഞ്ഞിട്ട് ലൈല പാപ്പച്ചി വാ പോരെ, അല്ലെങ്കിൽ ആകാവും. വാ വാ വാ, പെട്ടെന്ന് പോണം. വാ 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 വാ. ഐസ്ക്രീം അല്ല ഇത്, തൂകളായത്. ഇതിനായിരുന്നോ സംഭവം? എന്താ നോക്ക്, കരയുന്ന എന്താ കരയുന്ന? ഇതിന്റെ തിളക്കത്തിനകത്ത് എന്റെ മുഖം കണ്ടപ്പോ ചപ്പിളിച്ചിരിക്കുന്ന പോലെ തോന്നുന്നു. ആടാ, അത് ചപ്പിളി തോന്നല്ലേ? കൊണ്ടുപോട്ടെ. അല്ല, കൊണ്ടുപോവാ. ഇത് കൊണ്ടുപോകാൻ വന്നാണ്. കൊണ്ടുപോകാൻ വന്നോ? ഇത് വെച്ചൊന്നും പരിപാടിയൊന്നും ഇല്ലേ? പരിപാടി കണ്ടത് ഞാൻ എങ്ങനെ കേൾപ്പിക്കാം. മോനെ മുന്ന മോനെ, ഇത് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടോ ഈ ഊത്ത്? ഇത് നീ എങ്ങനെയാ ഈ ഊത്ത് ഊതിയ? ഊതുമ്പോ കേൾക്കുന്ന കിട്ടോ? നീ എന്നെ ഊതു. പിന്നെ നീ കബീറിന്റെ ആരെങ്കിലും ആണോ? ഏത് കബീറിന്റെ കലാശാറോ? അല്ലെന്ന് വേറെ കബീർ അവന്റെ ആരെങ്കിലും ആണോ? അല്ല. പിന്നെ നീ എങ്ങനെയാ ഇത് ഊതിയത്? ഇത് ഊതിയെന്ന് പറഞ്ഞാല് പണ്ടെന്റെ വാപ്പച്ചി ഊതുന്ന ഞാൻ കേട്ട് ഞാൻ പഠിച്ചത്. പണ്ടെന്റെ വാപ്പച്ചി ഉണ്ടായിരുന്നു അമീർ. അമീറാണ് എന്റെ വാപ്പച്ചി. അമീറിന്റെ മോനായിരുന്നോ നീ? അമീറിന്റെ നീ ഇത് പറയണ്ട. നീ ഇത് പറയണ്ട അമീറിന്റെ മോനാണെന്ന്. കുഴച്ചങ്ങ് വാരി വന്നല്ലോ അങ്ങ്. ഞാൻ എന്റെ ചെറുപ്പത്തില് എന്നെ ഒരു തറമക്കാരൻ തട്ടിക്കൊണ്ട് പോയത്. തറമക്കാരനാ? പിച്ചക്കാരൻ തട്ടിക്കൊണ്ടു പോയതാ. എന്നിട്ട് എന്തിനാ ഈ റബ്ബർ എടുക്കാനാണോ? ഈ റബ്ബർ എടുക്കാനല്ല, പിന്നെ പിച്ചക്കാരൻ തട്ടിക്കൊണ്ട് പോയതുകൊണ്ട് എന്നെ ഒരു ഡോക്ടർ തട്ടിക്കൊണ്ട് പോയി. നിന്നെ എങ്ങനെ എല്ലാരും കൂടെ തട്ടിക്കളിക്കാൻ വേണ്ടി ഓണപ്പന്താണോ? ഡോക്ടർ തട്ടിക്കൊണ്ട് പോയി. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു അങ്ങാരം മോനാന്ന് എന്നെ വളർത്തി പഠിപ്പിച്ചു. ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങി വന്നു, ജ്യൂസൊക്കെ വാങ്ങി വന്നു, കുടിച്ചു. ഒത്തിരി സംഭവമാക്കണം. ഇത്രയും വലുതാക്കി എന്നെ. പിന്നെ അവിടെ ഡോക്ടറെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയിട്ട് നീ ഈ PP കൊണ്ട് ഇവിടെ വന്ന് കുഴിച്ചിട്ട്, എന്നിട്ട് നീ അങ്ങ് പോയിട്ട് വീണ്ടും PP എടുക്കാൻ വേണ്ടി ഇഞ്ഞ് വന്ന്. അല്ലടാ പീപ്പ. അങ്ങനെ PP എടുക്കാൻ വന്നല്ല. ഈ കൊച്ചിനെ ഇഷ്ടമായിട്ടാണ് വന്നേന്നല്ല. ഞാൻ ഇഷ്ടമായിട്ട് വന്നേ. ഈ കൊച്ചിനെ ഇഷ്ടമായിട്ട് വന്നല്ല. PP എടുക്കാൻ വേണ്ടി വന്നു. എനിക്ക് PP കിട്ടി. PP മാത്രം മതി. ഊതി ജീവിക്കണം. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഇഷ്ടമല്ല. ഞാൻ പോവാ. അങ്ങനെ പറയരുത്. കെട്ടണം. കെട്ടണം. അമീറിന്റെ മകനല്ലേ നീ? നേരെ മ്യൂസിക് വായിച്ച അമീറിന്റെ കെട്ടണം. അപ്പൊ കെട്ടാൻ പറ്റത്തില്ല. കെട്ടിക്കഴിഞ്ഞാൽ എനിക്കെന്താ പ്രയോജനം? എന്താ പ്രയോജനം? അതുകൊണ്ട് ഈ കാണുന്ന ഈ സർക്കസ് കൂടാരം കണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം മുന്നേ കേട്ടോ. ഇത് നിനക്കുള്ളതാണ്. മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട ലൈല നിനക്കുള്ളതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നഗരസഭയിൽ നിന്ന് ആൾക്കാർ വരും. അപ്പൊ നീ പറയരുത് ഇത് നമ്മുടേതാണെന്ന് പറയരുത്. നമ്മുടേതാണെന്ന് പറയരുത്. കാരണം എന്താണെന്നറിയാവോ? ഈ നഗരസഭയുടെ വസ്തുവിൽ നമുക്ക് സർക്കസ് കളിക്കാൻ അനുമതിയുള്ളൂ, വീട് വെക്കാൻ അനുമതിയില്ല. ഇത് പുറമ്പോക്കാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പുറമ്പോക്കാന്നോ? അതെ. ഈ പുറമ്പോക്ക് കാര്യം കൊണ്ട് ഇയാൾ എങ്ങോട്ടെങ്കിലും പോകും, ഞാൻ ഊതിക്കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകാൻ പോവാ. ക്ലൈമാക്സ് ആണ് അല്ലേ? നല്ലൊരു സർക്കസ് കൂടാരം, നല്ലൊരു കൈയടി.
ഷാജോൻ ചേട്ടാ? നന്നായിട്ട് ചിരിച്ചു. നല്ല സ്കിറ്റായിരുന്നു, നല്ല സ്കിറ്റ്. ഈ പറയുന്നത് പോലെ നമ്മൾ ഒരുപാട് പേര് കണ്ടിട്ടുള്ള നമ്മുടെ കാബൂളിവാല എന്ന് പറയുന്നൊരു സിനിമ, അതിലെ കുറേ ക്യാരക്ടേഴ്സുമായിട്ട് വന്ന് നന്നായിട്ട് ചിരിച്ചു. പക്ഷേ എനിക്കൊരു എതിരഭിപ്രായം ഉള്ളത്, ഇന്നിവിടെ ഇരിക്കുന്നവരിൽ ഒരുപാട് ചിരിച്ചു. പക്ഷേ ഈ ചിരിച്ചതൊക്കെ നിങ്ങൾ അവിടെ കാണിച്ച കുറച്ച് അബദ്ധങ്ങളുടെയും നമ്മൾ ഇഷ്ടപ്പെടുന്ന സെൽവൻ്റെ ചില സ്റ്റൈലുകളുടെയും പശ്ചാത്തലത്തിലാണ്. പക്ഷേ ഇത് എത്രത്തോളം പ്രേക്ഷകരുടെ ഉള്ളിൽ ചിരി വരും എന്നുള്ള കാര്യത്തിലൊരു സംശയമുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് നിങ്ങൾ ഒരു പ്രോപ്പറായിട്ടൊരു നല്ലൊരു റിഹേഴ്സലൊക്കെ ചെയ്തിരുന്നെങ്കിൽ, ഇതിനൊരു നല്ലൊരു ക്ലൈമാക്സ് ഒക്കെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ, നല്ലൊരു ക്ലീനായിട്ട് ഒരു ഗംഭീര സ്കിറ്റാവേണ്ട ഒരു പ്ലോട്ട് ഇതിനകത്തുണ്ടായിരുന്നു. നിങ്ങൾ 3 പേരുടെ ഒരു കോമ്പിനേഷൻ തന്നെ ആ കഴിഞ്ഞ ആ സ്കിറ്റ് കണ്ടപ്പോൾ തന്നെ നമ്മൾ ചിരിച്ചു മറിഞ്ഞാണ്. അതേ ചിരി ഇന്നും ഉണ്ടായി. പക്ഷെ കൂടുതലും നമുക്ക് നിങ്ങളുടെ ഇടയിലുണ്ടായ ചില മിസ്റ്റേക്സും അത് നിങ്ങൾ എന്താണ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നിൽക്കുന്ന സ്ട്രെയിനും, പ്രത്യേകിച്ച് സെൽവൻ ആ കാര്യത്തിൽ മിടുക്കനാണ്. എൻജോയ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് ഒരുപാട് ചിരിച്ചു. അതൊക്കെ എല്ലാം ഓക്കെയാണ്. പക്ഷേ ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് ഇത് എത്രത്തോളം കൺവേ ആവുന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഡൗട്ടുണ്ട്, ഇങ്ങനെ മിസ്റ്റേക്സ് വരുമ്പോൾ. അപ്പോൾ അത് മാക്സിമം ഒഴിവാക്കണം എന്ന റിക്വസ്റ്റാണ്. നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒന്ന് സീരിയസ് ആയിട്ട് കാണണം ഈ ഒരു സ്കിറ്റിനെ. ഇത്രയും നല്ലൊരു സാധനം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഇടയിലെ പ്രാക്ടീസിൻ്റെ കുറവ് കൊണ്ട് തന്നെ ഇങ്ങനെ കുറേ മിസ്റ്റേക്സ് വന്നപ്പം അതെനിക്കൊരു ഒരു ആർട്ടിസ്റ്റ്, ഒരു മിമിക്രിക്കാരെന്നുള്ള നിലയിൽ എൻ്റെ ഉള്ളിലൊരു ചെറിയൊരു നിരാശയുണ്ട്. നെക്സ്റ്റ് ടൈം വരുമ്പോൾ അതുണ്ടാവാൻ പാടില്ല. കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കണ്ടിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ളൊരു സാധനമായിട്ട് വരണം. ഓക്കെ, ഓൾ ദി വെരി. താങ്ക് യു ഷാജോൻ ചേട്ടാ. നസീർക്ക? അല്ല, അതൊക്കെ തന്നെയാണ്. നമ്മൾ ഇത് ആ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഒരുപാട് ഇഷ്ടം തന്നൊരു സിനിമയാണ്. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. അത് നമ്മൾക്ക് എവിടെ ഓടിച്ചെത്താമെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചതിൻ്റെ റൂട്ടാണോ സമയക്കുറവാണോ എന്താണോ, പക്ഷെ അവിടെ കൊണ്ട് എത്തിക്കാൻ പറ്റിയില്ല. നല്ല സാധനമാണ്. അതിനെ എടുത്തിട്ട് അതിൻ്റെ അകത്തൊരു വ്യൂകളും കൂടെ വെച്ചിട്ടാണ്. പക്ഷേ വ്യൂകൾ കൊണ്ടുവന്നതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ഒന്നും കാണുന്നില്ല. ബാക്കി ചെയ്തതിലൊന്നുമില്ല. പിന്നെ ചിരിച്ചത് ഈ പറഞ്ഞ പോലെ കുറേ നിങ്ങളുടെ അബദ്ധങ്ങളും നിങ്ങളുടെ തെറ്റലുകളും കണ്ട് ചിരിച്ചു പോയതാണ്. ആ ചിരി നമ്മുടെ മാർക്കിൽ ഇടാൻ പറ്റൂല. അത് വേറെ കാര്യം, അത് വേറെ റൂട്ടാണ്. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് നിങ്ങൾ പിടിച്ചോ. ഇപ്പം എന്തായാലും ഞങ്ങൾ പറഞ്ഞില്ലേ, ഇതിന്റെ സെക്കൻഡ് ചെയ്യണം. ഒരെണ്ണം പിടിച്ചോ. ഇതിപ്പോൾ ഇതെങ്ങനെ നിൽക്കട്ടെ, ഇതിങ്ങനെ അങ്ങ് പോട്ടെ. സെക്കൻഡ് പിടിച്ചോ. ഇതേപോലെ തന്നെ സാധനം ഇതിൻ്റെ മേളിൽ പോയി വന്ന് കളിക്കുക. മനോജ് ഒരു കാര്യം ശ്രദ്ധിച്ചോണം കേട്ടോ. ഞാൻ നേരത്തെ പുറത്ത് വെച്ച് പറഞ്ഞാന്ന് തോന്നുന്നു. മനോജ് ചില സാധനങ്ങൾ നമ്മൾ ചെറിയ രീതിയിൽ പറയുന്നത് മനോജിൻ്റെ ശബ്ദത്തിൻ്റെ കുഴപ്പമായിരിക്കും. ലെജിബിൾ അല്ല, പുറത്തേക്ക് വരുന്നത് നമുക്ക് കിട്ടുന്നില്ല, കാതിലേക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതൊന്ന് ഇച്ചിരി ശബ്ദം കൂട്ടിയിട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതിയിൽ പറഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്ക് എന്താ പറഞ്ഞതെന്നുള്ള മനസ്സിലാകും. നമ്മൾ പറയുന്ന വാക്കുകളാണ് നമ്മുടെ ചിരി എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന വാക്കുകൾ വേറെ ആൾക്ക് മനസ്സിലായിട്ട് വേണം അവരത് ചിരിക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കണം. അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കാര്യങ്ങളിപ്പം അത്യാവശ്യം ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു. ഇനിയിപ്പം പ്രചോദൻ്റെ ഭാഗത്തു നിന്നാണ് അടുത്ത. ഞാൻ ഈ പ്രദീപിന് വേണ്ടിയിട്ടൊന്ന് എഴുന്നേറ്റ് നിന്ന് ഞാൻ തൊഴും. അത് വേറൊന്നും കൊണ്ടല്ല, ഈ പ്രദീപ് ഇവിടെ ചെയ്ത എല്ലാ ക്യാരക്ടറുകളും ഭയങ്കരമായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് അതിന് വേണ്ടിയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇങ്ങനൊരു ക്യാരക്ടർ വന്നപ്പോൾ എന്ത് സുന്ദരിയായിട്ട്, അതിനൊരു ഉഗ്രം കൈയ്യടി. നിങ്ങൾ ആ മേക്ക് ഓവറിന് വേണ്ടി എടുത്തൊരു കൈയ്യടി ഞാൻ ആദ്യം പറയാം. പിന്നെ സ്കിറ്റിലേക്ക് വരുമ്പം സത്യം പറയാം, ചിരിച്ചോ എന്ന് ചോദിച്ചാൽ 100% ചിരിച്ചു. നമ്മളെല്ലാവരും ചിരിച്ചു. ആ ചിരിച്ചതിൽ പക്ഷേ ആദ്യം പറഞ്ഞ പോലെ നമുക്കുള്ള മിസ്റ്റേക്കുകൾ നമ്മളിവിടെ ചിരിക്കും. ഈ കൗണ്ടറുകൾ ഉഗ്രം ത്രെഡാണ്. എടുത്ത കാബൂളിവാല എന്ന് പറയുന്നൊരു സാധനം നമ്മൾ ചിന്തിക്കാത്തൊരു സാധനം കൊണ്ട് നിങ്ങളെപ്പോഴും സെൽവനൊക്കെ ആണെങ്കിൽ പോലും മനോജൊക്കെ ആണെങ്കിലും എടുക്കുന്ന ത്രെഡുകൾ സീരിയസ് സാധനത്തിലൂടെ അതിൻ്റെ ഒരു സ്പൂഫ് ചെയ്താലും വൻ കോമഡികളാണ്. പക്ഷേ ചില സാധനങ്ങൾ ഒരു സാധനം മനോജ് പറഞ്ഞൊരു സാധനം സെൽവന് വിട്ടുപോയിട്ട് സെൽവൻ അവിടെ തിരിച്ച് അത് പോയി അടുത്ത പറ. ഇത് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ നിങ്ങളുടെ ഓരോ സാധനങ്ങൾ എൻജോയ് ചെയ്യും. പക്ഷേ നിങ്ങൾക്കതറിയാം, എടുക്കുന്ന ടൈമിൽ പോലും ലാഗ് പരിപാടികളുണ്ടെങ്കിൽ പോലും നമ്മൾ കാര്യം നിങ്ങളുടെ കളി കൊണ്ടാണ്. അല്ലെ എല്ലാ കൗണ്ടറുകളും അത് കോർത്തിണക്കി കൊണ്ടുവന്ന് ഒരു എന്താ പറയുന്ന ഒരു നമ്മൾ ചിന്തിക്കാത്തൊരു സാധനം നിങ്ങൾ കൊടുത്തു എന്നുള്ളൊരു ഉഗ്രം കൈഡി അവർക്ക് കൊടുക്കണം. ചിന്തിക്കാത്തൊരു സാധനം നിങ്ങൾ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു മത്സരമാണ്. മാർക്കിടുമ്പം അതിനകത്ത് നമ്മൾ ചില കാര്യങ്ങൾ കുറച്ചും കൂട്ടിയൊക്കെയാണ് മാർക്കിടുന്നത്. ബാക്കിയുള്ളതൊക്കെ നമ്മളല്ല, ഓഡിയൻസാണ് തീരുമാനിക്കുന്നത്. മാർക്ക് കൊടുത്താലും ഇല്ലെങ്കിൽ അവരുടെ കമൻറ്റ് പരിപാടികളൊക്കെ നമ്മൾ നോക്കണം. ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. അപ്പോൾ ഈ സ്കിറ്റിന്റെ മാർക്സിലേക്ക് പോവാം. പ്രചോദേട്ടാ, എന്തോ എത്ര കൊടുക്കുന്നു? ഞാനൊരു 13 രൂപ. 13,000 രൂപ. ഷാജോൻ ചേട്ടാ? ഞാനൊരു 7,000 രൂപ കൊടുക്കും. 13,000 20,000 രൂപയായിട്ടുണ്ട്. നസീർക്ക ടോട്ടൽ എമൗണ്ട്? ഞാൻ അതിലും താഴോട്ടേ പോകത്തുള്ളൂ. അതുള്ളത് എന്താന്ന് വെച്ചാൽ ദാണ്ട അവിടെ വരും. 40,000 രൂപ. അപ്പോ ഇതിന്റെ സെക്കൻഡ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്.
പ്രദീപേ അല്ലേ പ്രദീപേ എന്തോ പ്രദീപ് എന്താണ് മിണ്ടാ പ്രദീപ് പറഞ്ഞേ പ്രദീപ് അതിന് 2 ഡയലോഗ് പറഞ്ഞിട്ട് വിടുവോ ഈ പ്രദീപിന്റെ ഒരു ബ്രില്യൻസ് ഞാൻ കണ്ടത് എവിടെന്നറിയോ? ഒരു സമയം കഴിഞ്ഞ് ലൈലക്ക് ഡയലോഗ്സ് ഇല്ല. അപ്പൊ അതിനിടയ്ക്ക് മുന്ന ലൈല മുന്ന ലൈല കണ്ടിന്യൂ. അത് നിങ്ങൾ കൈ നീട്ടല്ലേ പ്രദീപേ? അത് കലക്കിയത്. കണ്ടിന്യൂ. മറ്റോ വേണം മുന്നാ മറ്റോ വേണം മുന്നാ ലൈല ലൈല കണ്ടിന്യൂ. അപ്പൊ നിങ്ങൾ 3 പേര് വന്ന കണ്ടിന്യൂ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വരെ നമ്മുടെ അടുത്ത ടീം എസ് റെഡിയായി തയ്യാറായി നിൽക്കുന്നുണ്ട്. വിളിച്ചോ, ഒരു ഒന്ന് അനുവാദം കൊടുത്താൽ മാത്രം മതി. അന്ന് വിളിക്കേ. ശ്രീജു ഉണ്ട്, സൂര്യശ്രീ ഉണ്ട്, ഷജീർ ഉണ്ട്. വെൽക്കം ടീം എസ്. ഞാൻ എല്ലാ ദിവസവും വരാറുള്ളല്ലേ? എന്റെ ദൈവമേ, താൻ എന്തിനാണോ എന്നും വരുന്ന തന്റെ കാല് പിടിക്കാവുന്ന ഇറങ്ങിപ്പോ. ഞാൻ എല്ലാ ദിവസവും വരുമ്പോ പറയും ഇവിടെ വരല്ലേ ഇറങ്ങിപ്പോ, ഇവിടെ വരല്ലേ ഇറങ്ങിപ്പോ, ഇവിടെ വരല്ലേ ഇറങ്ങിപ്പോ, ഇവിടെ വരല്ലേ ഇറങ്ങി. മിനിറ്റ് മൊത്തം ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കാൻ പോവാന്നു. വേറെ ഒന്നും പറയാനായിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞാണ്. തന്റെ ആങ്ങളെന്തി? എടോ, ആങ്ങളെ ഇവിടെ ഇല്ല, ഇപ്പൊ കേറി വരും, ഒന്ന് ഇറങ്ങിപ്പോ. ആ, അപ്പൊ ഇവിടെ ഇല്ല, വരട്ടെ, കണ്ടിട്ട് പോവാം. കാണാൻ വേണ്ടി വന്നതാണല്ലോ. ഇരിക്കില്ലേന്ന്. ഇങ്ങനെ ഇരുന്നാലോ? ഇരിക്കുന്ന കാര്യമല്ല, ഒന്ന് ഇറങ്ങി പോടോന്ന്. അങ്ങനല്ലെന്ന്. എന്താണ് തനിക്ക് സ്നേഹത്തിന് ഒരു വിലയില്ലേ? ഞങ്ങളുടെ വീട്ടിൽ സ്നേഹമല്ല, അരിയും പച്ചക്കറിയും വാങ്ങിക്കുന്നുണ്ട്, അതിന്റെ വില എനിക്ക് അറിയത്തുള്ളൂ. ആ ചൂലെടുത്ത് എന്തിനാ? അടിച്ചു വരയ്ക്കേ, അടിച്ചു വരെ. അത് അങ്ങോട്ട് ആ വഴി അങ്ങോട്ട് കളാ. എന്തോന്ന്? ഇല്ലെങ്കിലേ ഇപ്പൊ താൻ പറഞ്ഞ സാധനം ഇവിടെ കിടന്ന് മുളയ്ക്കും. അതാണ് അഹങ്കാരം കാണിക്കരുത്, ഇറങ്ങി പോ. എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനാ പറഞ്ഞു. ഇയാളെന്താണ് ഇങ്ങനെ കാണിക്കണത്? എല്ലാ ദിവസവും ഇങ്ങനെ പോകാൻ വേണ്ടിട്ടാണോ ഇത്രയും ദൂരം ബൈക്ക് എടുത്തോണ്ട് ഞാൻ വരുന്നത്? എടോ, തനിക്ക് എന്തിന്റെ കേടാണോ ഇത്? ഇതൊക്കെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഇതൊക്കെ അത് അംഗീകരിക്കണം. എടോ, എന്റെ ആങ്ങളെ അറിയാവല്ലോടോ. യൂതേണ്ട ആ അപ്പുറത്തെ വീട്ടിലെ ആ ചെറുക്കൻ നോക്കുന്ന, അവൻ ഇത് പറഞ്ഞു നടക്കൂ. ഇത് അവൻ കാക്കിയാണോ പറഞ്ഞു നടക്കാനായിട്ട്? പറഞ്ഞു നടക്കുന്ന കാര്യമല്ല, അവൻ പറഞ്ഞു നടക്കുമെന്ന്. യൂതേണ്ട ആ ചേച്ചിമാർ അപ്പുറത്തെ വീട്ടിൽ നിന്ന് എല്ലാരും നോക്കുന്ന കണ്ടോ? എടോ, താൻ എന്ത് പണിയാടോ ഈ കാണിക്കുന്നേ? അത് ഇങ്ങനെ ഇരുന്ന് വായും പൊളിച്ച് നോക്കാനായിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതെന്റെ കാമുകനൊന്നും അല്ല. എടോ മനുഷ്യ, പോകാനാ പറഞ്ഞു കേട്ടോ. എന്റെ ചേച്ചിമാരെ, നിങ്ങൾക്ക് സത്യാവസ്ഥ അറിയാത്തത് കൊണ്ടാ. എനിക്കൊരു ആങ്ങളയുണ്ട്, പേര് കേട്ട റൗഡിയാ, റൗഡി ബേബി. കഴിഞ്ഞ വർഷം ഉത്സവത്തിന് പോയിട്ടുണ്ടല്ലോ, അവിടെ കിടന്ന് തല്ലും പിടിയൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് ആരണ്ട് ഒരു കണ്ണിന് വെച്ച് അടിച്ചു കൊടുത്ത് കണ്ണങ്ങ് പൊട്ടി. ഡോക്ടർ പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്ത് കണ്ണ് മാറ്റണോന്ന്. കഷ്ടകാലത്തിന് ഇങ്ങാരെ പ്രേമിച്ച ഏതോ ഒരു പെണ്ണിന്റെ കണ്ണായെടുത്ത് എന്റെ ആങ്ങളയ്ക്ക് വെച്ചത്. ഇപ്പൊ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ എന്റെ ആങ്ങളയുടെ പുറകെയാ. പറയുമ്പോ ക്രഷാണ്, പ്രേമമാണെന്ന് എന്റെ ആങ്ങളയോട്. ഇതൊക്കെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ മനുഷ്യ, ഞാൻ പോകൂല, എന്റെ കണ്ണ് കാണാണ്ട് ഞാൻ പോകൂല. എന്തുവാടോ ഇതോ? ഇത് കണ്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്റെ ആങ്ങളയ്ക്കാണ് നിങ്ങളെ കണ്ടുകൂടാ നിങ്ങൾ. അയ്യോ, എന്റെ ചേട്ടൻ വരുന്നു. എന്റെ കണ്ണ് വന്ന്, എന്റെ കണ്ണ് വന്ന്, എന്റെ കണ്ണ് വന്ന്. എനിക്ക് മനുഷ്യ, അമ്മുവേ, ഓ എന്റെ കണ്ണില് പൊടി വീണടി. ഞാൻ എടുത്തു കളയാം. നിനക്കെന്താ പൊടി ഊതി കളയാൻ പറഞ്ഞപ്പോ കൃഷ്ണമണി ഊതി പറത്തി വിട്ടേ. നീ എന്തിനാ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? ഞാൻ കണ്ണ് കാണാൻ വേണ്ടി വന്നതാ. പെണ്ണ് കാണാൻ പറഞ്ഞെന്ന് കേട്ടിട്ടുണ്ട്. കണ്ണ് കാണാൻ പറഞ്ഞ ഒരുത്തരം ഞാൻ ആദ്യമായിട്ട് കാണുക. അതല്ലെന്ന്, പൂജയുടെ കണ്ണാണല്ലോ ഇരിക്കണത്. ദൈവമേ, 1.5 ലക്ഷം രൂപ കൊടുത്ത് ഓപ്പറേഷൻ ചെയ്തിട്ട് പൂച്ചാരെ കണ്ണെന്ന് എലിയെ കാണുമ്പോ എനിക്ക് സൈഡ് വന്നു. അയ്യോ, പൂച്ചയുടെ കണ്ണെന്നല്ല പറഞ്ഞത്. ഞാൻ സ്നേഹിച്ച എന്റെ പെണ്ണ് പൂജയുടെ കണ്ണല്ലേ ഇരിക്കണത്. കഷ്ടകാലത്തിന് എനിക്കൊരു അപകടം പറ്റി. ആ സമയത്ത് കണ്ണൊന്ന് മാറ്റി വെക്കാൻ വേണ്ടി പോയപ്പോ ഡോക്ടർ പറഞ്ഞു പൂജ എന്ന് പറഞ്ഞൊരു പെണ്ണിന്റെ കണ്ണുണ്ടെന്ന്. അതെടുത്ത് വെക്കുമ്പോൾ ഇങ്ങനെ ഒരു ഗുരുവാകുമെന്ന് ഞാൻ അറിഞ്ഞോ? എന്റെ പൊന്നനിയ, നീ ഇവിടെ നിന്ന് പോ. ഞാൻ പോകൂല. എടാ പോടാ, എന്റെ കണ്ണിന് വിട്ട് ഞാൻ പോകൂല. പെങ്ങളിഞ്ഞ് വാ, പെങ്ങളിഞ്ഞ് വാ. എന്തുവാടി അയൽവക്കത്തെ വീട്ടിലെ അടുപ്പൊക്കെ പുകയുന്നു? നിങ്ങൾ എന്തിനാ അവിടെ നിങ്ങൾ കണ്ണും പറ്റി നോക്കി നിൽക്കുന്നേ? പെണ്ണിന്റെ കണ്ണല്ലേടി, അയൽവക്കത്ത് അടുപ്പ് പോകാൻ എനിക്ക് സഹിക്കൂ. എന്തോ ഒരു കുഴപ്പമുണ്ട്. അതെ, ഒന്ന് മാറിയുന്നേ. ഒരു ഫോൺ വന്നിട്ടുണ്ടായിരുന്നു, എന്തോ കൊട്ടേഷനാന്ന് തോന്നുന്നു. കയ്യോ കാല വെട്ടാനായിരിക്കും. അയ്യോ, കയ്യോ കാലം വെട്ടാനല്ല. ആരോ വിളിച്ചിട്ട് പറഞ്ഞു ഒരു 10,000 രൂപ തരാം, 1 മണിക്കൂർ കണ്ണി നോക്കിയിരിക്കണോന്ന്. 1 മണിക്കൂർ കണ്ണി നോക്കിയിരിക്കുക 10,000 രൂപ കൊട്ടേഷനാ? അതാരാ തന്നത്? അതാരാ? എടാ, നിനക്ക് വല്ല അസുഖം ഉണ്ടാടാ ഈ കണ്ണി നോക്കിയിരിക്കേ? ഇതിനെ മാത്രം ഞാൻ നിന്റെ അടുത്ത് എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ പോലും എനിക്ക് എന്റെ കണ്ണി നോക്കിയിരിക്കാണ്ട് പറ്റൂല. എന്റെ പെണ്ണ് ഇത് വലിയ കഷ്ടമല്ല ദൈവമേ. എടി,
നീ ഇവനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് ഒഴിവാക്കി വിട്. ഈ ചെറുക്കൻ ഇവിടെ വന്ന ഭയങ്കര പ്രശ്നമാണെന്ന് നിനക്ക് അറിയാലോ. അല്ല ഇയാളെ ഞാൻ എങ്ങനെ ഒഴിവാക്കി വിടാനാ? എന്തെങ്കിലും പറഞ്ഞ് ഇവനെ ഒഴിവാക്കി വിട്ടേ പറ്റൂ. അല്ല പിന്നെ ചേട്ടാ ഇതിപ്പോ എങ്ങനെ ഇയാളെ ഒഴിവാക്കി വിടുമെന്നാ പറയുന്നത്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ തന്നെ അപ്പുറം ഇപ്പുറം ആൾക്കാർ പറയുന്നുണ്ട് ഇയാൾ എപ്പോഴും ഇവിടെ കയറി വരുന്നതിനകത്ത് കേട്ടോ. ഞാനൊരു പെണ്ണാന്നുള്ള കാര്യം ഓർമ്മ വേണം. എന്റെ പെങ്ങള് പറഞ്ഞാൽ കാര്യമുണ്ട്. നീ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കയറി വരുന്നത് ഞങ്ങൾക്ക് നാണക്കേടാ. അല്ല അതുകൊണ്ടല്ല, എപ്പോഴും ഇയാൾ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇയാളോട് വല്ല ക്രഷ് തോന്നിയാലോ? അത് പിന്നെ ചാടാൻ വേണ്ടി നടക്കുകയാണ്. അതെ, അതിനകത്ത് പേടിക്കണ്ട. ഇനിയിപ്പോ ഈ കുട്ടിക്ക് എന്നോട് ഇഷ്ടം തോന്നിയാലും എനിക്ക് ഇയാളോട് തോന്നിയല്ല. അതെന്ത്? എന്റെ സ്നേഹം ആ കണ്ണിലല്ലേ. ഞാൻ മറക്കൂല. ഒരു മിനിറ്റ്. ഹലോ, ആ റൗഡി ബേബി, ഇന്ന് 9 മണിക്ക് എന്നെ റെഡിയാക്കും. റൗഡി ബേബി തുറച്ചു നോക്കിക്കഴിഞ്ഞ് റൗഡി ബേബി തുറച്ചു. എടാ ഈ നീ ആ കൊട്ടേഷൻ വേറെ ആർക്കെങ്കിലും കൊടുറേ. സത്യമായിട്ടുള്ള കാര്യം പറ. കാര്യം എനിക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റിയാലേ ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ വന്ന കൊട്ടേഷൻ നീ കാരണമാണ് പോയത്. നീ ഇവിടുന്ന് ഇറങ്ങിപ്പോ. ഞാൻ പോകൂല. നീ മാറി പോയില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. എന്റെ കണ്ണിനെ വിട്ട് ഞാൻ പോകൂല. നീ പോകണ്ട, അവിടെ നിന്നോ. പെങ്ങളെ, യവൻ വന്നതിന് ശേഷം എന്റെ ദിനചര്യ മൊത്തം മുടങ്ങിയിരിക്കുകയാണ്. എനിക്ക് വ്യായാമം പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് എക്സർസൈസ് ചെയ്യണം. ഒരു 10 കൗണ്ട് നീ അങ്ങോട്ട് തന്നെ. പിന്നെ അല്ല നീ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ അതോ ഞാൻ നിന്നെ ചവിട്ടി ഇറക്കണോ? എന്റെ കണ്ണിനെ വിട്ട് ഞാൻ പോകൂല. നീ പോണ്ട, അവിടെ നിന്നോ. എനിക്ക് 6 മണിയാകുമ്പോ പുറത്ത് പോകണം. കുറച്ചു നേരം ഞാൻ കിടന്ന് ഉറങ്ങും. ഇവനൊന്നും വന്ന് ശല്യപ്പെടുത്താ ഒന്ന് നോക്കണേ. ആങ്ങളെ എങ്ങനെ ശല്യപ്പെടുത്തിയാലുണ്ടല്ലോ വീട്ടിൽ കയറുന്ന അനാവശ്യം കാണിക്കരുത് കേട്ടോ. ചേട്ടാ അവിടെ കിടന്ന് ഉറങ്ങേട്ടാ. അയ്യോ ഉറങ്ങണോ? പിന്നല്ലാതെ എന്താ കണ്ണടച്ചപ്പോ കണ്ണ് കാണാൻ പറ്റില്ല. വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റുന്നില്ല എന്ന് കേട്ടുണ്ട്. ഈ കണ്ണടച്ചിട്ട് കണ്ണ് കാണാൻ പറ്റുന്നില്ല ഞാൻ ആദ്യമായിട്ട് കേൾക്കാം. എടീ ഇവൻ എങ്ങനെയും ഒഴിവാക്ക്. എനിക്ക് 6 മണിയാകുമ്പോ പുറത്ത് പോകണം. സത്യത്തിൽ തലയ്ക്ക് വല്ല സുഖമില്ലായ്മയാണ്. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അകത്തെങ്ങാനും പോയി കിടക്കാൻ പോവാ. ഇവനെ നീ ഒഴിവാക്കിയിട്ട് വേണം എന്നെ വിളിക്കാൻ. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ചേട്ടൻ ധൈര്യമായിട്ട് പോയി കിടന്നോ, ഞാൻ നോക്കിക്കും. അഥവാ ഇവൻ പോയില്ലെങ്കിൽ അതിനുള്ള വഴി എന്റെ ഉണ്ടോ? മനുഷ്യ പോയി കിടന്ന് ഉറങ്ങട്ടെ. എന്തുവാ തന്റെ പ്രശ്നം? എന്തുവാ തന്റെ പ്രശ്നം? അയാൾ ഇന്ന് വരുത്തൊന്നുമില്ല. അവൻ അവിടെ മൊത്തം കിടന്ന് ഉറങ്ങത്തതേ ഉള്ളൂ. അയ്യടാ, എനിക്ക് കണ്ണ് കാണണല്ലോ. കണ്ണു കാണണോന്നു? എനിക്ക് കണ്ണ് കാണാണ്ട് സുഖമില്ല. അല്ല എന്തായാലും വരട്ടെ. വരണവരോട് ഇരിക്കാലോ. ഒരു കാര്യം ചോദിക്കട്ടെ? അല്ല പൂജ എങ്ങനെയാ? പൂജയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവള് എന്റെ എല്ലാമാണ്. എന്റെ ചേലത്തെ ചെമ്പരന്താണ്. അവളുടെ കാലിലെ കാണാ പാദസരം എപ്പോഴും എനിക്ക് അവൾ തരുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒന്നും കണ്ട് ഞങ്ങൾ പറഞ്ഞ് പിണങ്ങും. ആ പിണക്കം ഞാൻ മാറ്റാൻ പോകും. പിണങ്ങാൻ എന്താണ്. അപ്പൊ അവള് പറയും നിന്നോട് മിണ്ടൂല, നിന്നോട് കൂട്ടൂല, കടലിലെ കള്ളം ഞാൻ എന്നൊക്കെ അവൻ പറയുമായിരുന്നു. അതെ, ഇപ്പൊ കോപ്പിറൈറ്റ് അടിക്കുന്ന കാലമല്ല. ലിറിക്സിനൊക്കെ കോപ്പിറൈറ്റ് ഉണ്ട്. വിദ്യാസാഗറിന്റെ മ്യൂസിക് കോമ്പോസിഷൻ കളഞ്ഞെങ്കിൽ കഥയിലേക്ക് വരാം. അല്ല അങ്ങനെ പറയാനായിട്ട് പ്രത്യേകിച്ച് കഥകളൊന്നും ഇല്ല. എന്റെ കഥ ഇതകത്ത് കിടക്കുകയാണല്ലോ. തനിക്കൊക്കെയുള്ള ഒരുപാട് കഥകൾ ഉണ്ടാവാം. തന്റെ കഥയൊന്നും പറഞ്ഞു. അയ്യോ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കഥകളൊന്നും ഇല്ല. പിന്നെ പ്രേമം ഉണ്ടായിരുന്നു? എനിക്ക് പ്രേമൊന്നും ഉണ്ടായിരുന്നില്ല. സത്യം പറ, ഒരു പ്രേമത്തിന്റെ കഥ ഇവിടെ മണക്കുന്നുണ്ട്. ആര് പറഞ്ഞു? ഉണ്ട് ഒരു കഥ. എനിക്ക് അങ്ങനെ പ്രേമൊന്നും ഇല്ലായിരുന്നു. പിന്നെ എനിക്കൊരു ഭയങ്കര പ്രണയം ഉണ്ടായിരുന്നു. പ്രണയം പറഞ്ഞാൽ കഷ്ടപ്രണയം. ഞങ്ങളുടെ ചേട്ടൻ അറിയാതുണ്ടല്ലോ, ഡെയിലി ഞങ്ങൾ പുറത്തു പോയിട്ട് ഷോപ്പിങ്ങിന് പോകും. ഒരു കടയിലോട്ട്, ഒരു തുണിക്കടയിലോട്ട് കയറി കഴിഞ്ഞാൽ ഞാനൊരു ഷർട്ട് എടുത്തു കൊടുക്കും, ചേട്ടനൊരു ചുരിദാർ വാങ്ങിച്ചു തരും. ഞാനൊരു ഷർട്ട്, ചേട്ടനൊരു ചുരിദാർ, ഞാനൊരു ഷർട്ട്, ചേട്ടനൊരു ചുരിദാർ, ഞാനൊരു ഷർട്ട്. അല്ല ഇതെന്താ കാണിക്കുന്നത്? ഞാൻ ആ കടയുടെ ഷർട്ട് ഇട്ടാണ്. അല്ലെങ്കിലേ അവൻ ഒരുപാട് ഷർട്ട് മേടിച്ചാലും നിന്റെ ഈ കഥ തീരൂല. ചുരുക്കി പറ എന്താണ് സംഭവം? അല്ല അതല്ല, ഞങ്ങൾ അത്ര തിക്കായിട്ട് ഇങ്ങനെ പ്രണയം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയമാ. പുള്ളി എന്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് ഒളിച്ചോടെ ഇറങ്ങി വരാനായിട്ട് പറഞ്ഞേ. ഞാൻ പറഞ്ഞു ഞാൻ സമ്മതിച്ചു. ബാഗും പെട്ടി എല്ലാം എടുത്ത് പാക്ക് ചെയ്ത് ഇങ്ങനെ ഇരുന്നപ്പോ പുള്ളിക്കാരൻ വിളിച്ചിട്ട് പുള്ളിക്ക് ഭയങ്കര പേടി. പുള്ളി പറയടി നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കാനായിട്ട് ഞാനൊരു വലിയ ഗുണ്ടയ്ക്ക് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ ഒരു അകത്തോട്ടൊരു ഗുണ്ട കയറി പോയില്ലേ, ആ പുള്ളിക്കാണ് കൊട്ടേഷൻ കൊടുത്തത്. സ്വന്തം ആങ്ങളൊക്കെയാണ് കൊട്ടേഷൻ കൊടുത്തല്ലേ? നല്ല കാര്യം. അതെ, കണ്ണെപ്പ വരും? ആര്? എന്റെ കണ്ണെപ്പ വരും? തനിക്ക് ഇവിടെ കാണാൻ ഇറങ്ങി പോയെ. താ പോകാനുള്ള വഴി നോക്ക്, പോ. ഇത് ഏതാണ് ഈ ചേച്ചി? കുഞ്ഞമ്മ. കുഞ്ഞമ്മേ? ഇത്രയും നേരമായിട്ട് ഈ കുഞ്ഞമ്മോടുണ്ടായിരുന്നു? ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു കുഞ്ഞമ്മ. റേഷൻ കടയിൽ പോവാ ഇപ്പൊ. രാവിലെ ഞാൻ വന്ന് ആഹാരം വെച്ചിട്ട് അങ്ങ് പോവും. സ്ഥിരമുള്ള പരിപാടിയാ. സ്ക്രിപ്റ്റ് വൈസ് ഓക്കെ ആയിരുന്നു, പെർഫോമൻസ് ബേസിൽ പൊളിഞ്ഞു പോയതാ.
കോസ്റ്റ്യൂമും ഒക്കെ എന്റെ പൂജയുടെ കണ്ണ് എവിടെ കണ്ടാലും എനിക്കറിയാൻ പറ്റും. എടി കണ്ണ്, എന്റെ കണ്ണ്. നീ ഇറങ്ങിപ്പോ, നീ ഇറങ്ങിപ്പോ. ഞാൻ പോവൂല. അത് പോകുന്നത് എന്റെ കണ്ണിനെ വിട്ട് ഞാൻ പോവല്ലെന്ന്. ഭാഗ്യത്തിനാണ് അവന്റെ കണ്ണ് വാങ്ങിക്കാൻ തോന്നി. വല്ല കിഡ്നി ആയിരുന്നു അവന്റെ വയറ്റിൽ കയറിയിരുന്നെ. നീ പോകുന്നുണ്ടായില്ലേ? ഞാൻ പോവൂല. ഞാൻ നിന്നെ തല്ലാത്തത് ആ പൂജ എന്ന് പറഞ്ഞ പെങ്കൊച്ചിനെ ഓർത്ത് മാത്രമാണ്. ഇനി നിന്നെ വിട്ടാ ശരിയാവൂല. ഇറങ്ങുമ്പോഴില്ലേ? അല്ല ചേട്ടാ, അങ്ങനൊന്നും ചെയ്യരുത് ചേട്ടാ. ഇങ്ങനെ അത്രയും ഇഷ്ടം ആ പൂജയോട് ഉള്ളത് കൊണ്ടല്ലേ ഇയാൾ ഈ കണ്ണിന്റെ പുറകെ ഇങ്ങനെ വരുന്നേ. അങ്ങനെയാണെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചാലോ? ഞാൻ അവനെ കല്യാണം കഴിക്കാനാ? നിങ്ങൾ കല്യാണം കഴിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഞാൻ കല്യാണം കഴിക്കുന്ന കാര്യം. അയ്യേ, എന്റെ പൂജ അല്ലാണ്ട് വേറൊരാൾ ഞാൻ കെട്ടില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. ഞാനെന്തിനാ ഇവിടെ കെട്ടണത്? നീ അവളെ കെട്ടിക്കഴിഞ്ഞാ നിനക്കൊരു ഭാര്യയായി, പിന്നെ ഈ കണ്ണും നിനക്കെന്ന് കണ്ടോണ്ടിരിക്കാലോ. അത് ശരിയാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. എല്ലാ ദിവസവും രാത്രി ഞാൻ ഈ കണ്ണിന്റെ കൂടെ കിടക്കൂ. ദൈവമേ, നല്ലൊരു കൈഡി, അടിപൊളി സ്കിറ്റ്. പ്രചോദനം. സൂര്യശ്രീ, ശ്രീജു, ഷജീറെ, ഞാൻ ഈ കണ്ടന്റ് ആദ്യം ഒരു ഉഗ്രം ഗൈഡ് തരാം. ഉഗ്രം കണ്ടന്റ് ആയിരുന്നു. അടിപൊളി ഒരു തോട്ട്. ഇത് ആരുടെ ചിന്തയാണ്? ശരിക്കും പറഞ്ഞ ഒരു ഡിസ്കഷനിൽ നിന്ന് വന്ന സാധനം ഇത്. ഒരു അവയവദാനത്തിന്റെ ഒരു സംഭവത്തിൽ നിന്ന് വന്നിട്ട് അങ്ങനെ ഡിസ്കഷനിൽ വന്ന സാധനം. അപ്പൊ ഇത് എടുത്തു വെച്ച നല്ല പ്രതലമാണെന്ന് തോന്നി അങ്ങനെ ചെയ്ത. പക്ഷെ ഇത് മാറ്റി പോസ്റ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. നല്ല രസമായിട്ട്. കാര്യം നമ്മൾ ആരും ചിന്തിക്കാത്ത, സ്കിറ്റിൽ അങ്ങനെ ഒരു സംഭവം ആരും പ്രതീക്ഷിക്കാത്തൊരു സാധനം വളരെ വൃത്തിയായിട്ട് നിങ്ങൾ ചെയ്തു. എല്ലാവരും പെർഫോമൻസ് ബേസിലാണെങ്കിലും നിങ്ങൾ 3 പേരും. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ചെറിയ ചെറിയ കൗണ്ടറുകൾ, പ്രശ്നങ്ങൾ, അത് അറിയാമല്ലോ. ചെറിയ എന്താ പറയുക, നമ്മൾ ആ രീതിയിൽ ഇതൊരു സീരിയസ് സബ്ജക്റ്റാണ്. പക്ഷേ അതിൽ നിങ്ങൾ നിന്ന് വൃത്തിയായിട്ട് ചെയ്തു. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അടുത്തതിൽ പരിഹരിക്കുക. കാര്യം നിങ്ങളോട് ഈ പറയുന്ന പോലെ ഒരുപാട് ഉപദേശിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ ഇതിനു മുമ്പ് തെളിയിച്ച പ്രൂവ് ചെയ്ത ആൾക്കാരാണ് 3 പേരും. അപ്പം അടുത്തതിൽ പൊളിക്കാം. 3 പേർക്കും ഓൾ ദ ബെസ്റ്റ്. ചേട്ടാ. ഷജിറെ, ശ്രീജു, സൂര്യശ്രീ, ഈ പറഞ്ഞ പോലെ തന്നെയാണ് നിങ്ങളുടെ ആ ഒരു തോട്ടിന് അത് ഉഗ്രനായിരുന്നു. കാര്യം വളരെ ഫ്രഷ് പരിപാടിയാണ് നിങ്ങൾ കൊണ്ടുവന്നത്. പിന്നെ നിങ്ങൾ ഉഗ്രം പെർഫോമേഴ്സ് ആയിരുന്നുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് നിങ്ങളത് പെർഫോം ചെയ്തു എന്നുള്ളതാണ്. പിന്നെ എന്താണ് ലാസ്റ്റ് ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ വന്നല്ലോ. അത് പ്രാക്ടീസ് ഇല്ലായിരുന്നു, റിഹേഴ്സൽ ടൈം കിട്ടിയില്ല. നിങ്ങളുടെ തന്നെ മുഖത്ത് ഒരു എന്താ, നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ള കാര്യം നിങ്ങളുടെ ഫേസിൽ തന്നെ ഉണ്ട്. എന്നാലും നിങ്ങളൊരു പുതിയൊരു സാധനം ആലോചിച്ചുകൊണ്ട് വന്നല്ലോ. അതൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ. നമ്മളൊരു സ്ഥിരം എന്തെങ്കിലും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എടുത്തിട്ട് ഒരു സാധനം അങ്ങ് ചെയ്തിട്ടങ്ങ് എന്തെങ്കിലും കിട്ടുന്ന ആയിക്കോട്ടെ, നമുക്കത് മേടിച്ചിട്ട് പോകുന്ന നിങ്ങൾ ചിന്തിച്ചില്ലല്ലോ. പ്രാക്ടീസ് ഇച്ചിരി കുറഞ്ഞു പോയത് കൊണ്ടുള്ള മിസ്റ്റേക്സ് കുറച്ചാണ് വന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടെ തമാശകളൊക്കെ കേട്ട് നിങ്ങൾ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തതെന്നറിയാം. എന്തായാലും ഒരു ഫ്രഷ് ആ തോട്ടിനൊരു നല്ല ഗൈഡി, ഗംഭീര പൊട്ടിച്ചിലുകളുമായിട്ട് അടുത്ത് കാണും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീർക്ക, ഞാനിപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ചില സീൻസുകളിൽ പാട്ടിട്ട് ഫില്ല് ചെയ്താൽ, അതായത് ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഫില്ല് ചെയ്താൽ കൊള്ളൂല എന്ന് പറഞ്ഞു. പക്ഷേ ഈ കണ്ണിൻ്റെ കാര്യത്തിന് ഇന്ന് വീണ പാട്ടുകളെല്ലാം പക്കയായിരുന്നു. അത് ഭയങ്കര രസമായി. കാര്യം നമുക്ക് ഭയങ്കര മൂഡായിരുന്നു. ആ കണ്ണിനെ അത്രയും സ്നേഹിക്കുന്നുണ്ട്. കാമുകിയുടെ കണ്ണാണ് ഇയാളുടെ ദേഹത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് അത് കാണാനുള്ള ആ ഫീലിങ്ങും കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് സിറ്റുവേഷൻസുകളൊക്കെ നല്ലതായിരുന്നു. പക്ഷെ നിങ്ങൾ ഈ കണ്ടൻറ്റ് മനസ്സിൽ കിട്ടിയപ്പം അത് അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഭാഗത്തെ കുഴപ്പമാണ്, നിങ്ങൾ തന്നെ പറഞ്ഞു. അപ്പം പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഇനി ഒരുപാട് ചകഞ്ഞിട്ട് കഥയില്ല. നിങ്ങൾ നല്ലവണ്ണം ഈ വേദിക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാണെന്ന് മനസ്സിലായ വ്യക്തികളാണ് ഞങ്ങൾ. അപ്പം അതൊരു വലിയ കുറവായിട്ട് കാണുന്നില്ല. എന്തായാലും ആ കണ്ടൻറ്റിനും ആലോചിച്ച ആ റൂട്ടിനും ഒരു പ്രത്യേക കയ്യടിയുണ്ട്. പിന്നെ തമാശയുടെ കാര്യത്തിലാണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന തമാശകളൊന്നും അതിൻ്റെ അകത്ത് നമുക്ക് വലുതായിട്ട് കിട്ടിയില്ലെങ്കിൽ പോലും ആ കണ്ടന്റിന് ഫ്രഷ്നെസ് ഉണ്ട്, പുതുമയുണ്ട്. നന്നായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. അപ്പോൾ ഷാജു ചേട്ടാ മാർക്സ് കൊടുക്കാം. ഞാനൊരു 10,000 രൂപ കൊടുക്കുന്നു. 10,000 രൂപ. നസീർക്ക, ഞാനൊരു 8,000 രൂപ കൊടുക്കും. 12,000 രൂപ. പ്രജേട്ടാ പിടിച്ചോളൂ. ടോട്ടൽ എമൗണ്ട് 40,000 രൂപ. ഓക്കെ, അടുത്ത പ്രാവശ്യം പൊളിക്കുന്നു. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റമേറയിൽ വേറെ കോമ്പിനേഷൻ പുതിയതാണ്. ഇവര് മുമ്പ് സ്കിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാവരും ഒരു ടീമായിട്ട് ആദ്യമായിട്ട് സ്കിറ്റ് ചെയ്യാൻ പോവാ. അങ്ങനെ വന്നവരൊക്കെ സക്സസ് ആയിട്ടുള്ള ഈ ഫ്ലോറിന് അങ്ങനെ ഒരു ചരിത്രമുണ്ട്. അങ്ങനെയാണെങ്കിൽ ജോയിച്ചാനുണ്ട് ആ കൂട്ടത്തില്, ബിനുരാജ് ഉണ്ട്, കൂടെ പ്രവീണ്. അപ്പൊ 3 പേർക്ക് ഒരുപാട് സ്നേഹത്തോട് സ്വാഗതം. ദൈവമേ, നല്ല കച്ചവടം ഉണ്ടായിരുന്ന ഒരു കടയാണ്. ലോണെല്ലാം മുടങ്ങി. അണ്ണാച്ചിമാർ ഇപ്പൊ പിരിവിന് വരും. ഒരു നിവൃത്തിയില്ല. ഇന്നെങ്കിലും നല്ലൊരു കച്ചവടം ഉണ്ടാവണേ. അണ്ണോ, അണ്ണാ ജ്യൂസ് ഉണ്ടോ? അണ്ണാ ജ്യൂസ് എല്ലാം കൂടെ അരച്ച് കലക്കിന്നിട്ട് അണ്ണാക്കിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു തരാം. അല്ല, അതെന്തൊരു സംസാരമാണ് സംസാരിക്കുന്നത്? ഒന്നുമില്ല, ഒരു കസ്റ്റമർ ഇല്ലേ അണ്ണാ? ഞാൻ മിസ്റ്റർ കസ്റ്റമർ. യെസ്. ആദ്യം എന്റെ പറ്റുതാ, എന്നിട്ട് സംസാരിക്കാം. അത് ശരി, അതാണ് നിങ്ങളുടെ പ്രശ്നമില്ല. അണ്ണാ, നിങ്ങൾ എന്നെ പറ്റി എന്ത് വിചാരിച്ച്? ഞാൻ നിങ്ങൾക്ക് ഒരു പിടി പറ്റ് തന്നില്ലേ പിന്നെ ഞാൻ മനുഷ്യനാണ് അണ്ണാ. എടാ, നീ ഉച്ചയ്ക്ക് ഉണ്ണാൻ കൊണ്ടേണ്ട പറ്റല്ലേ ഞാൻ ചോദിച്ചത്.
ദേ, ഈ ബുക്ക് മൊത്തം നിന്റെ പൈസയാണുള്ളത് അറിയാമോ? അണ്ണാ നേരം വെളുത്ത് നിങ്ങൾ ഈ ദാരിദ്ര്യം പറയാൻ നിൽക്കാതെ ഒരു ജ്യൂസ് താണ്ണ. ഓ, എല്ലാ ശല്യവും എനിക്കാണല്ലോ പറഞ്ഞത് എന്റെ ദൈവമേ. ആഹാ, നിങ്ങൾ ഇപ്പോഴും ഈ സിൽക്ക് സിമിതയുടെ ആരാധകനല്ലേ? അതെന്താടാ ആട്ടെ എഴുതി വെച്ചേക്കുന്നത് സിൽക്ക് ജ്യൂസ്. എന്റെ പൊന്നടാ, ഇന്നലെ ഒരു ഹിന്ദിക്കാരനെ കൊണ്ട് തണ്ണിമത്തം മിൽക്ക് ജ്യൂസ് എന്ന് എഴുതിച്ചാണ്. അതിപ്പോ ഇങ്ങനെയായി. എന്നാ പിന്നെ ആ ജ്യൂസ് എടുക്കുമ്പോ തണ്ണിമത്തന്റെ കുരു കളഞ്ഞെടുക്കണ എണ്ണ. അവന് കടത്തിന് ഞാൻ ജ്യൂസ് കൊടുക്കാൻ വേണം. ഇനി ഇതിന്റെ കുരു എല്ലാം കൂടെ ഞാൻ നുള്ളിപ്പറക്കി എടുത്ത് കളയാൻ വേണം. നല്ല എളുപ്പമായി. ആ എടേ, ഇന്ന് എനിക്ക് കാശ് കിട്ടണം. നിന്റെ ഒരടവും നടക്കൂല. എന്റെ പൈസ കിട്ടിയേ പറ്റൂ. നിങ്ങളുടെ കാശിന്റെ കേസ് സർവർ കംപ്ലൈന്റ് അണ്ണാ. എടാ, എന്നാലും നിന്റെ അക്കൗണ്ടിൽ പൈസ ഇല്ലെന്ന് നീ പറയരുത്. അണ്ണാ സംശയം ഉണ്ട്, നിങ്ങൾ ഇതാ നോക്ക്. എടാ, നിന്നെ പോലെ കുറെ OTP ഡെയിലി രാവിലെ ഫോണും തൂക്കി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരും. അണ്ണാ, ഇപ്പൊ നമ്മൾ ഫോൺ എടുത്ത് എന്ത് ചെയ്താലും അതിൽ OTP വരും. എന്റെ കുറ്റമല്ല. ആ, അത് 1 ടൈം പാസ്വേഡ്. ഞാൻ OTP എന്ന് പറഞ്ഞ് നിന്നെയാണ് ഓസിന് തിന്നണ പാർട്ടി. നമ്മൾ വല്ലപ്പോഴും വന്നൊരു ജ്യൂസ് അടിക്കുന്നോണ്ട് നിങ്ങൾ ഇപ്പോഴും ഈ പ്രസാദം നടത്തിക്കൊണ്ട് പോകുന്നത്. അല്ല, അതൊക്കെ പോട്ടെ. രാവിലെ ഒരുങ്ങി കെട്ടി വന്നിട്ടുണ്ടല്ലോ. ഇന്ന് എന്തെങ്കിലും കോടാലി ഒപ്പിച്ചിട്ടുണ്ടാ? നെഗറ്റീവ് പറയാതെണ്ണ. എനിക്കൊരു ലൈൻ സെറ്റ് ആയിട്ടുണ്ട്. 11 kV ആണാടാ. അണ്ണ ഇത് അങ്ങനെ അല്ലെന്ന്. അണ്ണാ, ഇത് നല്ല പൂത്ത കാശുള്ള വീട്ടിലെയാ. കുറെ കഷ്ടപ്പെട്ട് എന്തിന് ഇവിടെ ഒന്ന് വളച്ചെടുക്കാൻ വേണ്ടിട്ട്. എന്റെ റീൽസ് റാണിയെ ഞങ്ങൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലല്ലേ. ഫോണിൽ കൂടെ ഉള്ള പരിചയമല്ലേ ഉള്ളൂ. ഇന്ന് ആദ്യമായിട്ട് നേരിട്ട് കാണാൻ പോവാ. ഇന്നതാ ഇവിടെ ഈ കടയുടെ മുമ്പിൽ വരാനാണ് ഞാൻ അവൾക്ക് പറഞ്ഞേക്കുന്നത്. എടാ, എന്തിനടാ എന്റെ ഈ കടയുടെ മുമ്പിലോട്ട് കൊണ്ടുവരണത്? അന്നാ ബാക്കിയുള്ള കടയിലൊക്കെ നല്ല കച്ചവടവും നാളും പേരും തിരക്കും ഒക്കെ. ഇവിടെ ആകുമ്പോ മനുഷ്യനും ഇല്ല, മാഞ്ഞാലിയില്ല, ഒന്നുമില്ല. ഞങ്ങൾക്ക് 2 യുവമിഥുനങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ഹൃദയം കൈമാറാമല്ലോ. അണ്ണാ, ദാ വരുന്നണ്ണാ എന്റെ റീൽസ് റാണി. അടി വെണ്ണേ വെണ്ണേ പുതുചേല കട്ടി പൂമാല ചൂടി മണമേടെ ഏറിവാ മണനീரை போல ഒഴുകായ വെക്കോ ഒരു മേളം കേക്ക ഉൻ കല്യാണ വിഴാ തങ്ക താമரை കൊണ്ടാലി ഉനക്ക്. നിങ്ങൾ ഇങ്ങോട്ട് വന്നാണ്. ഇത് ആരെന്ന് പറഞ്ഞത്? ഇതാണ് എന്റെ റീൽസ് റാണി. എടാ, ഇത് പ്രാണി. പ്രാണിയാ? പിന്നെ ഈ വീട്ടിൽ കണക്ക് തുള്ളിച്ചാടി കണക്കിനൊക്കെ ഞങ്ങള് പ്രാണി എന്നാണ് പറയണത്. അണ്ണാ, ഇത് വെറും വെട്ടിലല്ല, പണവുമായി വന്ന പച്ചവെട്ടില. കോടീശ്വരൻ അണ്ണാ, ഞാൻ കോടീശ്വരൻ. ഹായ്ഡാ. ഫോണിൽ കാണുന്നതിനേക്കാളും എന്ത് സുന്ദരിയാണ് നീ. നീ ആകെ അങ്ങ് ടയേർഡായിരിക്കുന്നു. നിനക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ച് തരാന്ന് വെച്ചാൽ തന്നെ ഇവിടെ സ്റ്റാർ ഹോട്ടൽ ഒന്നുമില്ല. നിനക്ക് ജ്യൂസ് എന്തെങ്കിലും വേണോ? ഫലൂഡ. പയ്യ പറ, ഫലൂഡനൊക്കെ കേട്ടോ അങ്ങനെ ബോധം കെട്ട് വീഴും. ഇവിടെ ആകെ സ്പെഷ്യൽ 3 ഐറ്റം ജ്യൂസേ ഉള്ളൂ. എന്തായാലും ഞാൻ ഒരു തണ്ണിമത്തൻ ജ്യൂസ് വാങ്ങിച്ച് തരും ഞാൻ. ചേട്ടാ, ഒരു തണ്ണിമത്തൻ ജ്യൂസ്. എന്തോ? ഒരു തണ്ണിമത്തൻ ജ്യൂസ്. അത് എന്റെ നെഞ്ചത്തിരിക്കട്ടെന്ന്. പിന്നെ പറയടാ. നീ പറയടാ. എന്തൊക്കെയോ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. നീ പറയടാ. നീ പറയടാ. നീ പറ. നീ പറ. നീ പറയടാ. ആരെങ്കിലും ഒന്ന് പറഞ്ഞു തൊലക്ക്. നീ ജ്യൂസ് കുടിയടാ. അണ്ണാ, ഒരു സ്ട്രാങ് ഇടണ. എന്തിന്? ഇന്നാട്ട എന്തിന് തോത്തോട്ടിക്കാതെ. അണ്ണാ, ഇതിനകത്തൊന്നും വരുന്നില്ല അണ്ണാ. അതിനകത്ത് കുരു കയറി അടഞ്ഞടാ. ഈ കുരു എന്നെ കൊണ്ടേ പോ. അണ്ണാ, വേറെ കുരുല്ലാത്ത സ്ട്രാങ് ഇടണ. നിനക്ക് കടത്തിന് ഞാൻ ജ്യൂസും തരണം, 40 സ്ട്രോയും കൂടെ അങ്ങോട്ട് തരാം. നിങ്ങളൊക്കെ മനുഷ്യനാണ് അണ്ണാ. ആ ഗ്ലാസ് എങ്കിലും ചോദിച്ചാൽ, അല്ലെങ്കിൽ അവള് പൊട്ടിച്ച് അതും കൂടെ തിന്നും. നിങ്ങൾക്കൊരു 1000 ഗ്ലാസ് വാങ്ങിച്ചാൽ ഞാനൊന്ന് കോടീശ്വരനാവട്ടെ. നിന്റെ ഈ കോടീശ്വരിക്ക് എവിടെയെങ്കിലും കൊണ്ടുവന്ന് വയറ് നിറച്ചല്ലോ കഴിക്കാൻ വാങ്ങിച്ചോട്ടെ. അവൾ ഇന്നത്തെ ദിവസം ഒരു വക കഴിച്ചിട്ടില്ല. ആ, നിന്റെ ഈ ജ്യൂസ് കൂടി കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി. അതെടാ, വീട്ടിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ബർഗർ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. ചേട്ടാ, ഈ ബർഗർ ഉണ്ടല്ലോ, രാവിലെ ചിലർക്ക് വയറ്റിന് പിടിക്കത്തില്ല. ഞാൻ തന്നെ വീട്ടിൽ ഒറ്റക്കാലം ബർഗർ ഞാൻ കഴിച്ചില്ല. ഈ പഴങ്കഞ്ഞിയൊക്കെ എന്നടാ ബർഗർ ആയത്? നമ്മുടെ കല്യാണം പെട്ടെന്ന് നടത്തണം. നമ്മൾ പ്രണയിച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കുറേ കാലം നമുക്കിങ്ങനെ പ്രണയിച്ച് നടന്നിട്ട് കല്യാണം കഴിച്ചാൽ പോരെ? അടുത്ത മാസം എന്റെ അച്ഛൻ വരും. അച്ഛൻ വന്നു കഴിഞ്ഞാൽ എന്നെ വല്ലവന്മാരെ കൊണ്ട് പിടിച്ച് കെട്ടിക്കും. അതുകൊണ്ടേ നമുക്ക് ഇപ്പൊ തന്നെ ഒളിച്ചോടണം. അല്ല, ഇപ്പഴൊന്നും എനിക്ക് മൂടില്ല. എനിക്ക് മൂടുണ്ട്. ചുമ്മാ നീ തീർന്നടാ. അവള് രണ്ടും കൽപ്പിച്ച് തന്നെ ഇറങ്ങിയിരിക്കണത്. ഞാൻ ചോദിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ തണ്ണിമത്തൻ എങ്ങനെയാണ് ഇങ്ങനെ മുറിക്കുന്നത്? തണ്ണിമത്തൻ എടുത്ത് തറയിലോട്ട് അങ്ങോട്ട് വെക്കും. എന്നിട്ട് വലിയൊരു കോടാലി എടുത്ത് ആഞ്ഞൊരൊറ്റ വെട്ടങ്ങ് വെട്ടം, 2 പൊളക്കും. അത് വേറെ വലിയ വെട്ടി കീറുന്നേ. അപ്പൊ നിനക്കത് അറിയാ അല്ലേ? പ്രാണി, നീ ആ ചന്ദ്രന്റെ മോളല്ലേ? അച്ഛനറിയാവോ? പറകോട്ടാൻ പോണ ചന്ദ്രനെ എനിക്കറിഞ്ഞൂടെ? അയ്യോ അണ്ണാ, നിങ്ങൾ എന്തായിരുന്നു പറയുന്നത്? എവിടെ അച്ഛൻ പുറത്താണ്? ആ, എവിടെ അച്ഛൻ ഇപ്പൊ പുറത്താണ്, പക്ഷെ 6 മാസം അകത്തായിരുന്നു. നീ പറഞ്ഞു നിന്റെ അച്ഛൻ പുറത്താണെന്നല്ലേ? ഓ, തമിഴ്നാട്ടില്. അത് പുറത്തല്ലേ, കേരളത്തിന്റെ? അവളുടെ അച്ഛൻ്റെ അവിടെ നിൽക്കട്ടെ. എവളുടെ അമ്മ ആരെന്നറിയോ?
അണ്ണാ എവളുടെ അമ്മ കേന്ദ്ര ഗവൺമെന്റ് ജോലിക്കാരിയാണ്. മാസം 3,46,000 രൂപ ശമ്പളമുണ്ട്. 3,46,000 രൂപ ശമ്പളം. എവളെ അമ്മ ഓമന തൊഴിലുറപ്പിന് പോണ കാര്യം എനിക്കറിയാം. 346 രൂപ ശമ്പളവും ഉണ്ട്. എടേ അപ്പൊ നീ എന്നെ ചീറ്റ് ചെയ്യായിരുന്നില്ലേ? എന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് എനിക്കറിയാം. 3 പൂവിന്റെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുന്നില്ലേ? അതെന്റെ ഫോണിന്റെ സ്റ്റാറ്റസ്. എന്റെ കുടുംബ മഹിമ എനിക്കറിയാവോ? എന്റെ നിലയും വിലയും വെച്ച് നീ എനിക്ക് സെറ്റ് ആകില്ല. നമുക്ക് ഈ ബന്ധം ഇവിടെ വെച്ച് ഉപേക്ഷിക്കാം. എനിക്ക് താല്പര്യം, നോ ഇൻട്രസ്റ്റ്. ഈ പ്രാണി നീ എന്ത് കണ്ടിട്ടാണ് ഇവന്റെ കൂടെ ഇറങ്ങി തിരിച്ചത്? പൊന്നണ്ണ, നിങ്ങൾക്കറിയാലേ എന്റെ വീട്ടിലെ അവസ്ഥ. ഈ സാറാണെങ്കിൽ വലിയൊരു കോടീശ്വരനാ. ഈ സാറിനോട് സംസാരിച്ചപ്പം എനിക്കൊരു ജീവൻ തരാന്നും ജോലി തരാന്നൊക്കെ പറഞ്ഞ്, അങ്ങനാണെങ്കിൽ ഞാൻ രക്ഷപ്പെടും, എന്റെ കുടുംബവും രക്ഷപ്പെടും. എങ്ങനെയും പറഞ്ഞ് സെറ്റാക്കി താണ അണ്ണ കൊണ്ട് പറ്റും. സാറേ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വരൂ. മോളെ, നിന്റെ ഈ സാറ് എന്റെ കടയിൽ വന്ന് ഒരു 110 രൂപ പറ്റിയിട്ട് 3 മാസമായി. ഇതുവരെ 1 രൂപ പോലും തന്നിട്ടില്ല. മോളെ ഇടപെട്ട് ഒരു 100 രൂപയെങ്കിലും എനിക്ക് വാങ്ങിച്ചു തരുമോ? കോടീശ്വരനാന്ന് പറഞ്ഞിട്ട് എനിക്കിതൊന്നും നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം ഇനിയില്ല. നമ്മൾ തമ്മിൽ പിരിയുകയാണ്. കോടീശ്വരനാ എന്റെ പൊന്നു മോളെ. യവന്റെ അമ്മ പെട്രോൾ പമ്പിൽ ജോലിക്ക് പോയിട്ടാണ് യവന് 3 നേരം തിന്നാൻ കൊടുക്കണത്, അറിയോ? നീ പിന്നെ എന്നെ അങ്ങ് പരിശുദ്ധമായിട്ട് പ്രണയിക്കായിരുന്നില്ലേ? എടി ഞാനൊരു കോടീശ്വരനാണെന്ന് വിചാരിച്ചിട്ടല്ലേടി ഈ പ്രേമനാടകം കാണിച്ചത്? ഞാനൊരു കോടീശ്വരൻ അറിഞ്ഞിട്ടുണ്ടല്ലേ നിങ്ങളല്ല പ്രേമിച്ചത്? അല്ല, ഒരു പെണ്ണിങ്ങനെയൊക്കെ ചെയ്യാൻ മോളെ നീ ഇങ്ങോട്ട് വാ. മോളെ, നിന്നെ പോലെ ഒരു മോളെ എനിക്കും ഉണ്ട്. അതുകൊണ്ട് പറയാണ് മക്കളെ, ഈ പ്രണയമൊക്കെ വളരെ നല്ലതാണ്. അത് പരസ്പരം അറിഞ്ഞും വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോൾ മാത്രമാണ് അതിനൊരു അർത്ഥം ഉണ്ടാകും. മക്കളെ, നമ്മൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ അത്യാവശ്യം വേണ്ടത് പണമാണ്. അതിന് വേണ്ടത് ഒരു ജോലി. ആദ്യം നിങ്ങൾ അത് നേടിയെടുക്ക്. അണ്ണ ഇപ്പൊ ഈ മെസ്സേജ് ഇപ്പൊ ഇവിടെ പറയേണ്ട കാര്യം എന്തുവാ? എടാ, ഇത് കുറെ നേരം ആയില്ലേ തുടങ്ങിയിട്ട്? ഇത് എന്തെങ്കിലും പറഞ്ഞു ഒന്ന് നിർത്തണ്ടേ? തണ്ണിമത്തൻ സിൽക്ക് സ്റ്റ്യൂസിന് ഒരു നല്ല കൈഡി. നസീർക്ക കുഴപ്പമില്ലായിരുന്നു കേട്ടോ. സാധനം വലിയ കുഴപ്പമൊന്നും പറയാൻ പറ്റിയല്ല, മോശമല്ല. എന്തായാലും 3 പേരും നന്നായിരുന്നു കേട്ടോ. നല്ല ഗംഭീരമായിരുന്നു 3 പേരും. സ്കിറ്റിനകത്ത് ഇച്ചിരി ബലക്കുറവുണ്ട് വെച്ചാൽ, ഒരു പക്ഷേ റിഹേഴ്സലിൻ്റെ കുറവാണോ നിങ്ങൾ എന്താണോ അതറിയില്ല. എന്തായാലും നിങ്ങളുള്ളത് വൃത്തിയായിട്ട് ചെയ്തു. ഇത് പോരെ നമുക്ക് കേട്ടോ, കുറച്ചുകൂടെ ഗംഭീരമാക്കി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ചെയ്യണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. പ്രചോദേട്ടാ, നിങ്ങൾ 3 പേരും നല്ല ആർട്ടിസ്റ്റുകളാണ് കേട്ടോ. കാര്യം നിങ്ങളത് പെർഫോം ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. നിങ്ങൾ 3 പേരും നല്ല ആർട്ടിസ്റ്റുകളാണ്. എനിക്ക് തോന്നുന്നു ഈ ഫസ്റ്റ് ഹാഫിലേക്ക് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കുറച്ച് ഹ്യൂമർ നല്ല സാധനങ്ങളുണ്ടായിരുന്നു. അതായത് പ്രവീണയുടെ വന്ന് അതൊന്ന് അടുക്കിയിരുന്നെങ്കിൽ ഇച്ചിരൂടെ ഒരു ഭംഗി കിട്ടിയേനെ. പക്ഷേ നിങ്ങൾ ഏൽപ്പിച്ച പരിപാടി, ഇപ്പോൾ ജോയി ആണെങ്കിൽ പോലും ചില സമയത്തും ഡയലോഗ് പറയാൻ വേണ്ടി ഒരു തിരിച്ചിലും ഒരു എന്താ പറയുക അതിന് വേണ്ടി. പക്ഷേ ബാക്കിയുള്ള എല്ലാ പരിപാടിയും നിങ്ങൾ ഈ പറയുന്ന ഗെറ്റപ്പൊക്കെ മാറ്റി ഒരുപാട് ക്യാരക്ടർ ചെയ്യേണ്ട ഒരാളാണ്. വേറെ ടെൻഷൻ ഇല്ല എന്നുള്ളതാണ്. ഈ ഡയലോഗ് പറയേണ്ട ഒരു ടെൻഷൻ മാത്രമല്ല, ചെയ്യുന്നതിനകത്ത് കാര്യങ്ങളൊന്നുമില്ല. പ്രവീണ മോള് നല്ലൊരു ആർട്ടിസ്റ്റാണ് കേട്ടോ. നല്ല രസമുണ്ട് മോള് ആ ഇൻട്രോയിൽ വന്നുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. പിന്നെ ആ തണ്ണിമത്തിനടുത്തേക്ക് അണ്ണാ എന്ന് പറഞ്ഞ് ചൂടായിട്ട് ഇതെങ്ങനെയാണ് അണ്ണാ പിന്നെ വെട്ടുന്നത്? ഞാൻ പറഞ്ഞ അതിനൊരു മോഡുലേഷനൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബിൻരാജ് ആണല്ലോ ഈ പറയുന്ന പോലെ വളരെ സൈലൻ്റ് ആയിട്ട് ഒന്ന് പ്ലേ ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിയാൽ നിങ്ങൾ നന്നായിട്ട് ചെയ്യും. അടുത്തതിൽ നന്നായിട്ട് വർക്ക് ചെയ്യുക കേട്ടോ. നല്ല ഹ്യൂമർ എടുത്ത് വർക്ക് ചെയ്യുക. അനാവശ്യമായിട്ട് ഒരു കാര്യങ്ങളും നമുക്ക് വേണ്ട. നല്ല ഹ്യൂമർ അടുക്കി വർക്ക് ചെയ്ത് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു പ്രചോദേട്ടാ. ഷാജൻ ചേട്ടാ, ജോയി, പ്രവീണ, ബിനുരാജ് നന്നായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഈ കോമ്പിനേഷൻ ഫസ്റ്റ് അല്ലേ വരുന്നത്? നിങ്ങൾ 3 പേരും ഒരുമിച്ച് അല്ലേ? അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ 3 പേരും നല്ല ഉഗ്രം പെർഫോമേഴ്സാണ് കേട്ടോ. അതിനകത്ത് യാതൊരു സംശയവുമില്ല. എനിക്ക് തോന്നുന്നത് കുറച്ച് നാളുകൾക്കകം തന്നെ നല്ല നല്ല സ്കിറ്റുകൾ ചെയ്ത് ഈ ഒരു വേദിയിലൂടെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു ടീമാണ് നിങ്ങൾ. അതിനകത്ത് യാതൊരു സംശയമില്ല. പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റിന് ഇവർ രണ്ടുപേരും പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. സ്ക്രിപ്റ്റിനൊരു ബലമില്ലായിരുന്നു. ഒരു നോർമൽ സ്ക്രിപ്റ്റാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഒരു സാധാ സ്ക്രിപ്റ്റ്. അതിനകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ വലിയതായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. നമ്മൾ മുമ്പൊക്കെ എവിടെയൊക്കെയോ കണ്ടിട്ടുള്ളൊരു പരിപാടികളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൽ ജോയി ആദ്യം വന്ന് ജോയിയുടെ അവസ്ഥകളൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ബിനുരാജ് വരുന്നു. ബിനുരാജും ജോയും കൂടെ കളിച്ച അത്ര ഏരിയ ഒരു കുറച്ചുകൂടെ സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെന്ന് എനിക്ക് തോന്നുന്നു. അവിടെയൊക്കെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്തിട്ട് ഒരു ചെറിയ ലാഗ് വന്ന് നിൽക്കുമ്പോൾ ഞാൻ ഓർത്തി ഈ കുട്ടി കയറിയിട്ട് ഇനി എന്ത് ചെയ്യും, ഇത് എന്താകും, കൊച്ചു ടെൻഷൻ അടിച്ചാണല്ലോ അവിടെ നിൽക്കുന്നെന്ന് നോക്കുക. അവൾ അവിടെ നിന്ന് ചാടി ഒരു കയറ്റാൻ കയറി ഒരു പൊളി അങ്ങ് പൊളിച്ചിട്ട് മോളെ ആടി പൊളിയായിരുന്നു ചക്കരെ. സൂപ്പറായിരുന്നു മോളെ. നല്ലൊരു ഫ്യൂച്ചറുണ്ട്, യാതൊരു സംശയമില്ല. കാര്യം നമ്മളിപ്പോൾ ഏതൊരു ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഒരു കുറച്ചിങ്ങനെ താന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കിറ്റിലോട്ട് നമുക്ക് കയറുമ്പോൾ നമുക്കൊരു
ടെൻഷൻ ഉണ്ടാവാം, മോളുടെ ഉള്ളിൽ ടെൻഷൻ ഉണ്ടാവാം, പക്ഷെ അത് ഫേസിൽ വന്നില്ല എന്നുള്ളത് തന്നെയല്ല, അതുവരെ ഉണ്ടായിരുന്നെന്നും ആ സ്കിറ്റ് മൊത്തത്തിലൊന്ന് അപ്പാക്കാൻ മോളുടെ ഇന്റർവ്യൂ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അതൊരു വലിയ കാര്യം തന്നെയാണ്. എന്തോ ചെയ്യുന്നൊരു ക്യൂട്ട്നെസ് ഉണ്ട്, ക്യൂട്ട്നെസ് അല്ലേ, ഒട്ടും ഓവറാക്കി അല്ല അതെ. ഒരു കാര്യം കൂടി ഷാജോണേ, ഇവിടെ നമുക്കിവിടെ 3-4 പേര് ഇതേപോലെ നല്ല നല്ല ക്യാരക്ടറുകൾ ചെയ്ത് നല്ല സംബോധനയൊക്കെ ചെയ്തിട്ട് അവരിപ്പോൾ വേറെ ലെവലിലേക്ക് എത്തി. അതേപോലെ വരാനുള്ള കാലിബർ ഉള്ള ഒരു ആർട്ടിസ്റ്റാണ് നീ. ഞാൻ പറഞ്ഞപ്പോൾ അത് വിട്ടുപോയതാണ്, സോറി. അതാണ് ഷാജൻ അങ്കിൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അപ്പച്ചൻ പറഞ്ഞില്ലേ. അപ്പൊ പറഞ്ഞു വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ നന്നായിരുന്നു. ഇനിയും കൂടുതൽ മെച്ചപ്പെട്ട നല്ല സ്കിറ്റുകൾ കൊണ്ടുവരണം. ഓക്കെ, ബിൻരാജിന്റെ വീട് എവിടെയാണ്? ബിൻരാജ് കൊട്ടാരക്കര കുന്നിക്കോട്. വീട്ടിലാരൊക്കെ ഉണ്ട്? ഭാര്യ, മോള്. ഭാര്യയുടെ പേരെന്താണ്? അനിത. ആ, മോളുടെ പേര്? നന്ദന അല്ല, ഒരു ദിവസം ഫാമിലി ഒക്കെ ആയിട്ട് പറഞ്ഞ കേട്ടോ. തീർച്ചയായിട്ടും. മോളുടെ വീട് എവിടെ? പ്രവീണ? അഞ്ചൽ കുളത്തുപുഴ അല്ലേ. മോളെ വേറെന്താ ചെയ്യുന്നത്? ഇതല്ലാതെ ഓ, നാടകാർട്ടിസ്റ്റാണ്. അതാണ് ഗംഭീര കൈഡി. സോറി കേട്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞ എന്താന്ന് പറഞ്ഞു, ഞാൻ ഇതേപോലെ ഒരു 10-18 വയസ്സുള്ള ഒരു കുട്ടിയാന്ന് വിചാരിച്ച് സംസാരിച്ച കേട്ടോ. 16 വയസ്സേ ഉള്ളൂ അല്ലേ? 16 ആ, 10-12 വയസ്സുള്ള കുട്ടികൾക്ക് നാടകത്തിൽ അഭിനയിക്കാലോ. കല്യാണം കഴിഞ്ഞാണോ അതോ? ഇല്ല. അപ്പൊ 21 ഷാജോനെ തീർച്ചയായിട്ടും അങ്ങളെന്ന് വിളിക്കാം, കുഴപ്പമില്ല. എല്ലാവരോടും ബഹുമാനിക്കുന്ന ഒരാളാണ്. അപ്പച്ചാന്ന് വിളിക്കും, നിക്കാന്ന് അറിയാതെ പോലും വിളിക്കില്ല. ഒരു നമ്മളിപ്പോ പ്രവീണ വരെ നിന്നില്ലേ, തൊട്ടപ്പുറത്ത് ജോയി ഫേസ്ബുക്കിൽ ജോയിയുടെ സ്റ്റാറ്റസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല, മറ്റേ 3 പൂക്കിനിടയ്ക്ക് ഇങ്ങനെ അതല്ല, കാർപ്പന്റർ കം ആക്ടർ എന്ന് പറയുന്ന സ്റ്റാറ്റസ് ഞാൻ നല്ല കാര്യം തന്നെയാണ്. എന്താണ് അല്ല, നമ്മൾ ചെയ്യുന്ന ജോലികളാണ് ഇത് രണ്ടും. നമ്മുടെ പ്രൊഫഷൻ രണ്ടും ഒരുപോലാണ്. അപ്പോൾ എന്തായാലും നന്നായിരുന്നു. നിങ്ങൾ ഇനി ഫ്യൂച്ചറിൽ ഒരുപാട് സൂപ്പർ ഹിറ്റ് സ്കിറ്റുകൾ ചെയ്യാൻ പറ്റുന്ന ടീമാണ്. അപ്പോൾ ഇനി വരുമ്പം ഗംഭീര പൊട്ടിച്ചിരികളായിട്ട് വരണം. ഓക്കെ, പക്ഷേ മാർക്ക് വരുമ്പോൾ ഞങ്ങൾ ഒരു കാര്യം കൂടെ പറയും കേട്ടോ. മാർക്ക് വരുമ്പോൾ നിങ്ങളുടെ 3 പേരെ തരം താഴ്ത്തിയിട്ട് ഒരു മാർക്കല്ല തരുന്നത്. മാർക്ക് നമ്മൾ കൊടുക്കുന്നത് ഈ സ്ക്രിപ്റ്റിനും അതിനനുസരിച്ചേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അത് മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ. പിന്നെ ആദ്യം ഞാനൊരു 5000 രൂപ. പിന്നെ ഞാനൊരു 5000 രൂപ. ടോട്ടൽ 10000 രൂപ. അപ്പൊ ഇതിക്ക് മേലെ ഞാൻ കൊടുക്കും തീർച്ചയായിട്ടും. ഫുൾ മാർക്ക് 20,000 രൂപ. ഓക്കെ, ഈ 20,000 രൂപയാണ് ഇവിടെ എല്ലാവരും സിൽവർ പഞ്ചും ഗോൾഡൊക്കെ അടിച്ചിട്ടുള്ളത്. ഇതൊരു തുടക്കം മാത്രം. ഓക്കെ, കിടിലൻ ഐറ്റങ്ങളായിട്ട് വരും. ഓക്കെ, ഉഷാറാവട്ടെ. ഓക്കെ, നന്നായിട്ട് ചിരിച്ചു, നന്നായിട്ട് ആസ്വദിച്ചു. അപ്പൊ എങ്ങനെയാ പോവല്ലേ? അടുത്ത എപ്പിസോഡിൽ കാണാം. നിങ്ങളും വരണം. നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ശുഭരാത്രി. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.